अरे जाओ जाओ वो गाड़ी लेकर जाओ मेरा दिमाग बहुत खराब है പാകൽ. അയ്യോ മാമ അത് മാത്രം പറയണ്ടായിരുന്നു. അത് അവരാ വണ്ടി കഴുകാത്തോണ്ടല്ലേ. എന്ത് പായൽ സാലേ പോ പോ പോ. ഓക്കെ, പക്ഷെ ആദ്യമേ വാങ്ങിക്കാനുള്ളതിന്റെ ഒക്കെ ലിസ്റ്റ് ഇതാ. എന്തിന്? ചാലേ പോകാൻ പറഞ്ഞു. അയ്യോ എടാ, നിനക്കൊരു കാര്യം അറിയോ? 16 കൊല്ലമായി ഞാൻ ഈ അന്യ സംസ്ഥാനത്ത് ഈ ടയർ കട തുടങ്ങിയിട്ട് എനിക്കിതുവരെ ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടായില്ല. പക്ഷേ എന്റെ പെങ്ങടെ മോനായ നീ വന്നതിന് ശേഷം എനിക്ക് ദുരന്തങ്ങൾ മാത്രമേ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുള്ളൂ. ഈ എടുത്ത കാരണം എനിക്കൊരു പഞ്ചാബിയുടെ കയ്യിൽ നിന്ന് വരെ അടി കിട്ടി. ഞാൻ എന്തോ ഇതെന്ന് അയാൾ ഈ പറഞ്ഞു വരുന്നത്. നീ എന്തോ ഇത്? കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ അടുത്ത് ആ റോഡ് സൈഡിൽ അള്ളു വെക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിന്റെ മണ്ടയിൽ കൂടെ ഒരു പഞ്ചാബിയുടെ വണ്ടി കയറി പോവുകയും ചെയ്തു. അതെ, എന്നിട്ട് ഈ പഞ്ചാബി എന്ത് ചെയ്തേ? നമ്മുടെ ടയറുടെ വരാതെ വേറൊരു ടയറുടെ പോയി പഞ്ചർ ഒട്ടിച്ചേക്കുന്നത്. അത് എന്റെ തെറ്റാണോ? അല്ല, നിന്റെ തെറ്റേ അല്ല. പക്ഷെ നീ ആ പഞ്ചാബിയുടെ അടുത്ത് എന്താ പറഞ്ഞേ? പഞ്ചാബി, നിങ്ങൾ പഞ്ചർ വേണോ വേറെ കടയിൽ പോയി ഒട്ടിച്ചോ, പക്ഷെ അള്ളു അത് ഞങ്ങളുടെ മര്യാദയ്ക്ക് ഞങ്ങൾക്ക് തിരിച്ചു തന്നോണം. ആ അള്ളു വെച്ചാണ് അയാൾ എന്റെ കറു നോക്കിയ അടി തന്നെ. ഞാനത് ഒരിക്കലും പറക്കത്തില്ല. നീ എടുത്ത കാരണം താണ്ട് ഇതേപോലത്തെ 3 മെഷീൻ കേടായി പോയി. അത് നിങ്ങളെ ഞാൻ മര്യാദയ്ക്ക് പഠിപ്പിച്ചു തരാത്തന്റെ കുഴപ്പ. ഞാൻ എന്തുവാണ് നിന്നെ മര്യാദയ്ക്ക് പഠിപ്പിച്ചു തരാത്ത? കേട്ടോ, ഇയാളല്ലേ എന്നോട് പറഞ്ഞ ഗ്യാസിന് ജലൂസിന് നല്ലതാണെന്ന്. എന്ന് വെച്ച് ഗ്യാസ് ഇറക്കി നീ കംപ്രസറി ജലൂസിന് ഒഴിക്കാൻ ഞാൻ പറഞ്ഞോ? പോടാ. അല്ലെങ്കിൽ നമ്മള് ആത്മാർത്ഥമായിട്ട് എന്ത് തൊഴിൽ ചെയ്താലും ഇതൊരു നിലമില്ലല്ലോ. നമുക്ക് വെളിയിറങ്ങിയ പട്ടിയുടെ വില. ആത്മാർത്ഥതയുടെ കാര്യം നീ ഒന്നും പറയരുതേ. ഇന്നലെ ഇവിടെ ഒരു പാണ്ടി ലോറി വന്ന് അതിന്റെ ടയറ് കട്ടയിടാൻ പറഞ്ഞപ്പോ നീ എന്തുവാ ചെയ്ത്? ആ 4 ടയറിലും 4 കട്ട ചതുരത്തെ വെട്ടി ഒട്ടിച്ചു വെച്ചു. അല്ലടാ, ഞാൻ റോട്ടിൽ നോക്കുമ്പോ മരക്കുതിര പോന്ന പോലെ ഒരു പാണ്ടി ലോറി പോന്നു. ഇങ്ങനെ ഒരുമാതിരി എപ്പോഴും എങ്ങനെ കുറ്റപ്പെടുത്തല്ലേ? എടാ, എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കടാ? നീ ഇവിടെ വന്ന സമയം ഞാൻ വീട്ടിൽ പോയി ജാക്കിയുടെ ലിവർ എടുക്കാൻ പറഞ്ഞപ്പോ നീ എന്തുവാ ചെയ്തേ? ഞാൻ എന്തുവാ ചെയ്ത്? ഞാൻ ഓമനിച്ച് വളർത്തി എന്റെ ജാക്കി പട്ടി അടിച്ചു കൊന്ന് അതിന്റെ ലിവർ എടുത്തോണ്ട് വന്നല്ലടാ. പക്ഷെ മാമൻ എന്നെ വഴക്ക് പറഞ്ഞപ്പോ ഞാൻ അത് തിരിച്ചുകൊണ്ട് വെച്ചില്ലേ? പക്ഷെ അത് ചത്തില്ലേ? ഇതിന്റെ ഇടയ്ക്ക് അതിനോട് ചാവാൻ ഞാൻ പറഞ്ഞു. ഒരു കാര്യം ഒന്നടിച്ചല്ലേ മാമ? ഒഴിച്ചു വെച്ചതുള്ളൂ, പക്ഷെ അടിച്ചില്ല. സമയം ഒന്നടിച്ചു. മാമ ഊണ് കഴിക്കാനുള്ള സമയല്ലേ? ഇവിടുത്തെ വർക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. എന്ത് മാമ, കഴിക്കാൻ പോകുന്നില്ലേ? പോകുമ്പോ 2 വർക്കേ പോത്തുള്ളൂ. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോയി എന്റെ ഉയിര് പോകും. വർത്താനോ മാമ ഈ പറയുന്നത്? എനിക്ക് എന്നെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ അറിയത്തില്ല. നിനക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ അറിയത്തില്ല. ഇന്നലെ ഇതേ സമയം ഇവിടെ ഒരു കാർ വന്നു. എന്നിട്ട് അവൻ നിന്നോട് എന്തോ ചോദിച്ചേ? ആ ടയറിന്റെ മുട്ടയൊന്ന് മാറ്റി കൊടുക്കാവുന്നു. എന്നിട്ട് നീ എന്തോ ചെയ്തേ? ആ ടയറിനൊരു വിഗ് വെച്ചു കൊടുത്തു. എടാ, മുട്ട മാറ്റാൻ പറയുമ്പോ വിഗാണോടാ മുട്ട വെച്ചു കൊടുക്കണ്ടേ? മാമ, എനിക്കൊന്നും അറിയാൻ മേലാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങനൊക്കെ ചെയ്യുന്നത്. ഒന്നും അറിയാൻ മേലെന്ന് പറയല്ലേ രാജേഷേ. കടയുടെ ആവശ്യത്തിന് കുറച്ച് സ്റ്റെപ്പിന് വേണമെന്ന് പറഞ്ഞപ്പോ 7 പെമ്പിള്ളാരുടെ ഫോൺ നമ്പർ എന്റെ വാട്സപ്പിൽ അയച്ചു തന്നവനാണ് നീ. അതേ 7 പെമ്പിള്ളാർക്ക് രാവിലെ ഓലയുടെ പടമുള്ള ഒരു ഗുഡ് മോർണിംഗും വൈകിട്ട് തത്തയുടെ പടമുള്ള ഒരു ഗുഡ് നൈറ്റും അയച്ചു കൊടുക്കുന്ന കാര്യം ഞാൻ അറിയുന്നുണ്ട് മാമ. ഇറങ്ങടാ, ഇപ്പൊ തന്നെ ഇറങ്ങടാ. ബാഗ് എല്ലാം പാക്ക് ചെയ്ത് നീ നാട്ടിൽ പൊക്കോ. മാമ, ഞാനിപ്പോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ മാമിന് ഇവിടെ വേറെ ഭാര്യ മക്കളും ഉള്ള കാര്യം ഞാൻ മാമിയുടെ അറിയാതെ പറഞ്ഞു പോകും. ആരാ പോകാൻ പറഞ്ഞു? ഇവിടെ നില്ലേ, എനിക്ക് നിന്നെ വേണം. ഓക്കേ, പണി പഠിക്കാനാന്ന് പറഞ്ഞ് എത്ര കൊല്ലമാണ് നീ എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? പണിയോ പഠിക്കുന്നില്ല. എന്തേലും ഒരു സംശയമെങ്കിലും നീ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? മാമ, എനിക്ക് സംശയം ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഒരുമാതിരി പേടിയാ മാമനോട് ചോദിക്കാൻ. വഴക്ക് പറയൂ? നീ ചോദിക്കട, ധൈര്യമായിട്ട് ചോദിക്കും. സംശയങ്ങളൊക്കെ ചോദിച്ചാലേ അത് ക്ലിയർ ചെയ്യാൻ പറ്റൂ. ചോദിക്കട്ടെ? ചോദിക്ക് മാമ. ഈ താടി വളരെ തന്നെയാണോ? താടി വെച്ചാണോ പഞ്ചറൊട്ടിക്കാൻ? ടയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യം ഞാൻ ചോദിക്കാം. നമ്മൾ ഈ പുതിയതായിട്ടൊരു വണ്ടി വാങ്ങിക്കുന്നതിന്റെ ആ ടയർ ഉണ്ടല്ലോ, പുതിയ വണ്ടിയുടെ ടയർ, അതിന്റെ അടി എന്തിനാ ഈ നാരങ്ങ വെക്കുന്നു? യാത്ര ചെയ്യുമ്പോ ഈ ടയറിന് ചിലപ്പോ ഷർദിൽ വരും. അതുകൊണ്ട് ശരിയോ? അല്ല, അതൊക്കെ പോട്ടെ. ഈ ടയർ എന്ത് മാമ കറുത്തിരിക്കുന്നത്? എന്റെ അച്ഛനും അമ്മയും കറുത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ സംശയം. എടാ, ഞാൻ പറയുന്ന ജോലി മാത്രം നീ മര്യാദയ്ക്ക് ചെയ്താൽ മതി. നീ താണ്ട ആ ടയറിന് പോയി ഇച്ചിരി പൗഡർ ഇട്. ടയർ എന്ത് കല്യാണത്തിന് പോന്നാ പൗഡർ ഇടാൻ? ലിവർ വെച്ച് തലയിടറിയാ? ഏതാ സാധനത്തിന്റെ തലയിലടിയാ? ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം നീ അനുസരിക്കുന്നുണ്ടോ? പോടാ. ഇനിയിപ്പോ ഇതനുസരിച്ചില്ല നിങ്ങേര് പറയണ്ട.
മാമ മാമ എഴുന്നേക്ക് മാമ. അയ്യോ അയ്യോ എന്റെ മാമ മരിച്ചു പോയി. ഇനിയിപ്പോ ഞാൻ എന്നാ ചെയ്യുക? പാവം ഒരു മനുഷ്യനായിരുന്നു. ഇന്നലെയും കൂടെ എന്നെ വഴക്ക് പറഞ്ഞേ ഉള്ളു. വെറും സാധു മനുഷ്യനാ. മാമിയുടെ അടുത്തിന് ഞാൻ എന്ത് പറയുന്ന ഓർക്കുന്നത്. മാമി മാമൻ പോയേ. വെറും സാധു മാമനായിരുന്നു. എന്തോടാ ചെയ്യുന്ന മാമ? വിരലിന് ഭയങ്കര കരി മാമ. അത് തുടയ്ക്കാൻ വേണ്ടി ഒരു പേപ്പർ എടുത്തത്. ഇത്രേ സ്നേഹമുള്ള ഒരു മരുമോൻ. ഡേയ് എന്റെ മോളെ ഞാൻ നിനക്ക്. മാമന്റെ മോളെ എനിക്ക് നിനക്ക് എനിക്ക്. എടാ എന്തുവാന്ന് പറഞ്ഞിട്ട് പോയി കിടക്ക്. ഇങ്ങനെ ഇനി എങ്ങനെ എഴുതിട്ട്. ആ മാമ തൽക്കാലം ഇത് വെച്ച് അച്ചത്തി. എന്തുവായിരുന്നു പറയാൻ വന്ന? മാമന്റെ മോളെ എനിക്ക് കെട്ടിച്ചേരണം എന്ന് ബന്ധുക്കാരെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കെട്ടിച്ചേരൂല. എന്നാ വർത്താനോ മാമ പറയുന്ന? ഒരുമാതിരി ആശിപ്പിച്ചിട്ട് ഇങ്ങനൊന്നും ചെയ്യില്ല. കൊതിപ്പിച്ച് കളഞ്ഞു മാമ. ഞാൻ ബോധം കെട്ട് കിടന്നപ്പോ നീ എന്തുവാണ് എന്റെ വായിക്കത്തോട്ട് അടിച്ചു വന്ന് ഇരിക്കുന്ന കുറ്റി? ഹൈഡ്രജൻ ഗ്യാസ്. ഞാൻ പറഞ്ഞു പോത്തില്ലടാ. പോടാ മാമ. ഇനി അടിച്ചു വിടരുന്നത് മാമ. അയ്യോ പോടാ അവിടുന്ന്. മാമ ഇതെന്ത് മാമ കയറിട്ടൊക്കെ കെട്ടുന്ന? ഒരു സേഫ്റ്റിക്ക്. അപ്പൊ ഇതിനാണോ ടയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്? ഇറങ്ങടാ. എടാ പോടാ. ഞാൻ ഒന്നും ചോദിച്ചില്ല. നീ മിണ്ടാ അവിടെ ഇട്ടാ മതി. ഞാനിപ്പോ ഊണ് കഴിക്കാൻ വേണ്ടി പോവാ. ആരേലും വന്നു കഴിഞ്ഞാൽ കടയിൽ നിന്ന് അവധിയാണെന്ന് പറഞ്ഞേക്കണം. ഓക്കെ? നിനക്ക് ഊണ് വേണ്ടല്ലോ? വേണ്ട, ഞാൻ ബാറ്ററിയിലാണല്ലോ ഓടുന്നത്. ചേട്ടാ ഞാനും മനുഷ്യരാ. എനിക്കും മര്യാദക്ക് ഊണ് വാങ്ങിച്ചോണ്ടോ? എനിക്ക് വിശക്കും. വാങ്ങിച്ചോണ്ട് പോവാ. തരത്തില്ല. ഞാൻ ഊണ് വാങ്ങിച്ച് തരത്തില്ല. എന്തോ ഞാൻ പറയുന്നത്? എന്തെങ്കിലും ഒരു ജോലി നീ മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ? മാമ എന്നെ കളിപ്പിക്കാൻ നോക്കുമല്ലേ? ഞാൻ മാമ പറയുന്ന എല്ലാ ജോലിയും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്നലെ ഉപയോഗിച്ച് തീർത്ത ആളിലൊക്കെ എവിടെ വെച്ചു കാണിക്കും. ചുമ്മാ എവിടെ കയറി ചുമ്മാ കുത്തി കുത്തി ചോദിക്കല്ലേ. എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ആണ്ട ഇന്നലെ ഉപയോഗിച്ച് തീർത്ത എല്ലാ ആളിലും ഉണ്ട്. കണ്ടോ ഇയാള് ചളങ്ങിയിരിക്കുന്നത്? അയ്യോ അതൊന്നും പറയണ്ട മാമ. ഇന്നലെ ഒരു വണ്ടി കള്ളു വെച്ചത്. ആ വണ്ടിയാണ് പഞ്ചർ വയലിൽ അള്ളു മൊത്തം ചപ്പിപ്പോവുകയും ചെയ്ത്. എന്താ പറയാനെന്ന് പറ. അതേത് വണ്ടി? നമ്മുടെ നാട്ടിൽ എന്താ റോഡ് റോളർ എന്താ ദൈവമേ? റോഡ് റോളറിന്റെ അടിയിലാണോ പൊട്ട അള്ളു കൊണ്ട് വെക്കുന്നത്? അവര് വഴക്ക് പറയോ? ഞാൻ ഇന്നലെ കുറെ പുതിയ അള്ളു വാങ്ങിച്ചു. അതെവിടെ വെച്ച്? അതാണ് മറന്നുപോയി മാമ. ഒരു കാര്യം ചെയ്യും. ഞാനിപ്പോ ഊണ് കഴിക്കാൻ പോവാ. തിരിച്ചു വരുമ്പോ ആ പുതിയ ആള് ഇവിടെ കാണണം. ഓക്കെ? ഇല്ലെങ്കിലാ എന്റെ സ്വഭാവം മാറും. ഇനിയിപ്പോ പുതിയ ആള് എവിടെ തപ്പിക്കൊണ്ട് വരൂ? കിട്ടി മാമ. എവിടാ വെച്ചേന്ന്? സ്കൂട്ടറിന്റെ അടിയില്. എടാ പട്ടി. അയ്യോ എന്റെ ഊണ് കഴിക്കേണ്ട സമയമല്ലടാ നീ കൊണ്ട് തൊലച്ചത്. ദൈവമേ അവൾ എന്തിനാണോ ഇവന് ഇവിടെ തന്നെ കൊണ്ട് കെട്ടിയെടുത്ത്? ഇനി ഞാൻ എങ്ങനെ പോയി ഊണ് കഴിക്കും വണ്ടി ഇല്ലാതെ? ഒരു വഴിയുണ്ട് മാമ. നിങ്ങളെ ഇനി പറന്നു പോയി ഊണ് കഴിച്ചോ. എടാ ഓടാങ്ങോട്ട്.